വീഡിയോ ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട തികയില്ല, അത് കാരണം 2 മുട്ട എടുത്തു. ഇനി അതിലേക്ക് മുട്ട നമുക്ക് പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് അത് നമുക്ക് ഒരു ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട്. അത് വേഗം തന്നെ ഞാനത് ഓരോ പീസും ഒന്നും കൂടി കട്ട് ചെയ്തെടുത്തു കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് മാറ്റിച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള കൂട്ട് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് കടലമാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് കടലമാവ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു 2-3 ടീസ്പൂൺ കൂടുതൽ എടുത്തിട്ടുണ്ട് കടലമാവ്. പിന്നെ അതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ പിന്നെ ചേർക്കേണ്ടത്. അപ്പോൾ മൈദപ്പൊടി 2 ടീസ്പൂണായിട്ട് ഇട്ടേക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഒരു കളറിനും പിന്നെ ഒരു ചെറുതായിട്ടൊരു എരിവിനും വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർത്തേക്കുന്നത് കായം പൊടിയും കൂടി ചേർക്കണം. കായം പൊടി ആകുമ്പോൾ നമ്മുടെ ബജ്ജിയിൽ ഒരു ടേസ്റ്റ് ആണെങ്കിൽ കായം പൊടി തന്നെ ചേർക്കണം. പിന്നെ കായം പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിനും നല്ലതാണല്ലോ, എല്ലാത്തിനും നല്ലതാണ് കായം പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ട കെട്ടാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഓരോ പീസും മുട്ട എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തോടെ തന്നെ ചട്ടി അടുപ്പത്ത് ചെന്ന് ചൂടാക്കാനൊക്കെ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മാവിൽ മുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓംലേറ്റ് ബജി എല്ലാതും ചുട്ടെടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഓംലേറ്റ് ബജിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.